ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇതൊരു തിരുവോണത്തിൻ്റെ ഡേ ആണ്. അപ്പോൾ ഇതൊരു തിരുവോണ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് ഓർത്തു. അപ്പോൾ നമ്മൾ രാവിലെ ഒരു കട്ടൻ ചായയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് കുളിച്ച് റെഡിയായി വന്ന് തിരുവോണം ആയതുകൊണ്ട് തന്നെ രാവിലെ കുളിച്ചു, അതുകൊണ്ട് മാത്രം. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഡാഡിയുടെ കൂടെ അത്തപ്പൂ ഇടാനായിട്ടുള്ള പൂ പറിക്കാനായിട്ട് പോയി. വേറെങ്ങും പോയില്ല, നമ്മളുടെ വീട്ടിൻ്റെ മുറ്റത്ത് തന്നെ ഒരുപാട് വെറൈറ്റി പൂക്കളുണ്ട്. എല്ലാ കളറിലും വീട്ടിൽ നിന്ന് തന്നെ കിട്ടും. അതുകൊണ്ട് നമുക്ക് വെളിയിൽ എവിടെ നിന്നും പോയി പൂ പറിക്കാനായിട്ട് പോകേണ്ട ബുദ്ധിമുട്ടില്ലായിരുന്നു. ഡാഡിയും മമ്മിയും കൂടെ ഫുൾ ആ വീടിന് ചുറ്റും നല്ലൊരു അടിപൊളി എന്താ പറയുക, ഒരു വലിയൊരു പൂന്തോട്ടം തന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ചെല്ലുന്ന ടൈമും ഈ പറഞ്ഞ ഓണത്തിൻ്റെ സമയം ആയതുകൊണ്ട് നല്ല വെയിലൊക്കെ ഉണ്ടായതുകൊണ്ട് ഒരുപാട് ചെടികളൊക്കെ പൂത്ത് നല്ല അടിപൊളിയായിട്ട് നിൽപ്പുണ്ടായിരുന്നു. ഇതൊക്കെ വീട്ടിലുള്ള ചെടികളാണ് എല്ലാം. അപ്പം വീട്ടിൻ്റെ ചുറ്റും ഇഷ്ടം പോലെ പൂവുണ്ട്. അതായത് ഇപ്പം ഞാനിങ്ങനെ ഓരോന്നിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഡാഡി എന്നെ ഇങ്ങനെ കാണിക്കുകയാണ്, ഇത് കണ്ടോ, ഈ റോസ് കണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഡാഡി കാണിക്കുക. കുറേ ഇതിലുള്ള കട്ടിയുള്ള ഇങ്ങനെ കട്ടക്കട്ടിയായിട്ട് ഇതിലുള്ള പൂക്കൾ. അപ്പോൾ ഇതാണ് നമ്മളുടെ വീട്. ഇത് അറൗണ്ട് ഒരു 100 വർഷം അടുത്ത് പഴക്കമുണ്ട് നമ്മളുടെ ഈ തറവാടാണിത്. അത് ശരി ഡാഡിയുടെ അച്ഛനൊക്കെ ഉണ്ടായിരുന്ന ടൈമിൽ വെച്ച വീടാണ്. അപ്പം അത്രയും വർഷം പഴക്കമുള്ളവരുടെ തറവാടാണത്. ഞാൻ എന്നിട്ട് ഇങ്ങനെ തലയിൽ വെക്കാനായിട്ട് അരളിപ്പൂവും മുല്ലപ്പൂവും വെച്ചിട്ട് മാല കെട്ടാന്നുള്ളൊരു തുളസിയും വെച്ച് മാല കെട്ടാന്നുള്ളൊരു പ്ലാനായിരുന്നു. അപ്പം അതിനുള്ള പൂവൊക്കെ ഇങ്ങനെ നോക്കി നടക്കുകയായിരുന്നത്. അതും വീട്ടിൻ്റെ അവിടെ തന്നെ ഉണ്ടായി, വീടിൻ്റെ സൈഡിൽ തന്നെ ഉണ്ട്. അതായത് ചെണ്ടുമല്ലി, ഇതൊക്കെ നമ്മൾ വെളിയിൽ നിന്ന് വാങ്ങുന്ന ഈ പൂവൊക്കെ വീട്ടിൽ തന്നെ ഉണ്ട്. ഈ മഞ്ഞ കളറിലും വയലറ്റ് കളറിലും എല്ലാ കളറിലും ഇഷ്ടം പോലെ പൂക്കളുണ്ട്. അപ്പം ഞാനതൊക്കെ ഇങ്ങനെ കണ്ട് ഡാഡിയുടെ കൂടെ പൂ പറിച്ചിട്ട് ഇങ്ങനെ നടക്കണം. അപ്പം ഞാൻ ഇതിൻ്റെയൊക്കെ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഡാഡി അവിടെ അത്തപ്പൂ ഇടാനായിട്ടുള്ള പൂക്കളം ഇടാനായിട്ടുള്ളൊരു അതിൻ്റെ പ്രിപ്പറേഷനിലായിരുന്നു. ഇങ്ങനെ ഇതുപോലെ അരിഞ്ഞും ഇതളൊക്കെ അടത്തിയും, ഇത് കുറച്ച് ഇല വെച്ചിട്ട് കുറേ ഡെക്കറേഷനൊക്കെ ഡാഡി ആട്ടോ പൂക്കളത്തിൻ്റെ ഫുൾ പ്ലാൻ ചെയ്തേക്കുന്നത്. ഡാഡിയുടെ ഐഡിയ അനുസരിച്ച് ഡാഡി പറയുന്ന പോലെ നമ്മളിങ്ങനെ ഞാൻ ഡാഡീനെ അസിസ്റ്റ് ചെയ്തു, അങ്ങനെയാണ് ചെയ്തത്. അങ്ങനെ നല്ല രസം കേട്ടോ. വീടിന് ചുറ്റും ഇഷ്ടംപോലെ ചെടികളുണ്ട്, കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. അങ്ങനെ ഞാൻ ഡാഡിയും കൂടെ അത്തപ്പൂ ഇടാനുള്ള പ്ലാൻ ചെയ്തു. ഡാഡിയാണ് ആദ്യം സെൻറ്ററിലുള്ള അതൊക്കെ സെറ്റ് ചെയ്ത് എന്നിട്ട് ഇങ്ങനെ ഓരോ പൂ എടുത്തിട്ട് പറയും ഈ കളർ ഇടാൻ പറഞ്ഞു. അങ്ങനെ ഞാനിങ്ങനെ ഡാഡി പറയുന്നതനുസരിച്ച് പൂക്കളം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതെങ്ങനെ ഏതാണ്ട് ഒരു ഫിനിഷിങ് ടൈമിലായിട്ടോ. അപ്പം ലാസ്റ്റ് ലെയർ ചെയ്ത് ഞാൻ കാണിച്ച ചെണ്ടുമല്ലി യെല്ലോ അതാണ് ഇട്ടേ. ചെണ്ടുമല്ലി എന്നാണോ എനിക്കറിയില്ല, പൂവിന് അങ്ങനെയാണോ പറയുന്നതെന്ന്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതാണ് ഡാഡി ഡിസൈൻ ചെയ്ത അത്തപ്പൂക്കളം. അങ്ങനെ നമ്മൾ ഫ്ലവർ ഇങ്ങനെ ഇതിലൊന്നും നടത്താതെ അങ്ങനെ ആ ഒരു പൂ അങ്ങനെ വെച്ചിട്ടാണ് ഇടുന്നത്. നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ വേണ്ടി. എന്നിട്ട് ലാസ്റ്റ് അത് ഫിനിഷിങ് ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ഓറഞ്ച് പൂവും കൂടെ അടർത്തി സെൻറ്ററിൽ വെച്ച് ആ ഇല അരിഞ്ഞ് വെച്ചതിൻ്റെ മുകളിലായിട്ട് അതാ ഞങ്ങളുടെ അത്തപ്പൂക്കളം, അതായത് ഞങ്ങളുടെ അത്തപ്പൂക്കളത്തിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ പൂക്കളൊക്കെ സെറ്റ് ചെയ്തപ്പോഴത്തേക്കും കുറച്ച് സമയമായി. അപ്പോഴത്തേക്കും ഞാൻ പോയി തുളസി ഇതുപോലെ അരളിപ്പൂവും കെട്ടാനായിട്ടുള്ള പൂ പറിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം മമ്മി വന്നിട്ട് റോസാപ്പൂവും കൂടെ പറിച്ചിട്ട് ഇതും കൂടെ വെച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അതെല്ലാം എടുത്തു. ഇതെല്ലാം വീട്ടിൽ തന്നെ ഉള്ളതുകൊണ്ട് നമുക്ക് വെളിയിലെങ്ങും പോകണ്ട, എല്ലാം നട്ട് വളർത്തിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ പൂ കെട്ടുന്ന സീനാണ് കാണുന്നത്. എനിക്ക് അത്രയ്ക്കും കൂടെ വശമില്ല, എന്നാലും ഞാൻ പക്ഷേ കെട്ടി സെറ്റാക്കി. അത് കഴിഞ്ഞ് നമ്മൾ കാപ്പി കുടിക്കാനിട്ടിരുന്നു. പുട്ടും പപ്പടവും പഴവും പിന്നെ മമ്മി ഉണ്ടാക്കി നെയ്യപ്പമായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ ഏതാണ്ട് ഒരു ഉച്ചയൊക്കെ ആയ സമയമായി. അപ്പോഴത്തേക്കും നമ്മളുടെ തലേന്ന് അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മുടെ അവിയലിനും സാമ്പാർ ഇത് ഒക്കെ റെഡി ആയിട്ടുണ്ടായി. ഇത് രസം, ഇതിന് മുന്നേ കാണിച്ച രസം, നമ്മളുടെ അവിയൽ എല്ലാം ഒരു ഏകദേശം ഉച്ചയൊക്കെ ആയിട്ടോ. അപ്പോഴത്തേക്കെല്ലാം റെഡി ആയായിരുന്നു. ഒരു കുഞ്ഞ് സദ്യ, ഞങ്ങൾ 4 പേരും, ഞാനും ഡാഡി മമ്മി ചേട്ടനും മാത്രമുള്ള ഒരു ചെറിയ ഓണസദ്യ സെറ്റാക്കിയതാണ്. അങ്ങനെ ഫൈനൽ ഞാനാണ് പപ്പടം വറുത്തത്, അത് മാത്രമേ ഞാൻ ചെയ്തുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ ഫുഡൊക്കെ കഴിക്കാനായിട്ട് ഒരുങ്ങി ഓണത്തിൻ്റെ ലുക്കിൽ വന്നിരിക്കണമല്ലോ, നല്ല ഓണത്തിന് സദ്യ കഴിക്കുന്നൊരു ഫീൽ കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ റെഡി ആവുകയാണ്. അങ്ങനെ ഇത് ഞാൻ മുമ്പേ പറഞ്ഞ അരളിപ്പൂവും തുളസിയും കൂടെ വെച്ചിട്ട് ഞാൻ കെട്ടിയ മാലയാണ് ഒരു വിധത്തിൽ സെറ്റാക്കി എടുത്തു. അപ്പോൾ ഇതായിരുന്നു നമ്മളുടെ ഓണത്തിൻ്റെ ലുക്ക്. ഈ ഒരു സാരി നല്ല ഭംഗിയുണ്ടായിരുന്ന സാരി, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ സാരി എൻ്റെ സെയിം തന്നെ ബ്ലൗസും പിന്നെ ഹെയറൊക്കെ അങ്ങനെ സെറ്റ് ചെയ്തു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാനിരുന്നു. അങ്ങനെ ഉപ്പേരി, ശർക്കര വരട്ടി, പുളിയിഞ്ചി, പഴം, പിന്നെ അവിയൽ, കാളൻ ആണ്, പിന്നെ കൂട്ടുകറി, പിന്നെ ചെറിയൊരു പയറുപ്പേരി, പപ്പടം,
പിന്നെന്താ, അച്ചാറും പിന്നെ ഒരു ശകലം തൈരാണ് തോന്നുന്നു, വൈറ്റ് കളർ. ഓക്കെ, മറന്നുപോയി, കുറച്ച് ദിവസം കഴിഞ്ഞല്ലോ. പിന്നെ നമ്മൾ ചോറ് വിളമ്പി, പിന്നെ സാമ്പാർ പൊഴിക്കുക. യെസ്, അങ്ങനെ നമ്മളുടെ സാമ്പാറും വന്നു. അടിപൊളിയായിരുന്നു. മമ്മി വെച്ച സാമ്പാറായിരുന്നു, അടിപൊളി ടേസ്റ്റായിരുന്നു. സാമ്പാറും കൂട്ടി നല്ല അടിപൊളി ചോറ് കഴിച്ചു. അപ്പോൾ പിന്നെ നമ്മളുടെ പായസം സേമിയ പായസമായിരുന്നു കേട്ടോ. ഇതായിരുന്നു നമ്മളുടെ സദ്യ, കുഞ്ഞു സദ്യയായിരുന്നു. ഞങ്ങൾ 4 പേരുള്ളതുകൊണ്ട് ഇത്രയും ചെറുതായിട്ടാണ് സദ്യയൊക്കെ റെഡിയാക്കിയത്. ചേച്ചിയും കൂടെ ഉള്ളപ്പോഴാണ് കുറച്ചും കൂടി ഞങ്ങൾ അടിപൊളിയാക്കാറ്. അപ്പോൾ അത് നമ്മൾ ചോറ് തിന്നുകയാണ്. അങ്ങനെ ആ സാമ്പാറൊക്കെ കുട്ടിക്കൊഴിച്ച് പുളിയിഞ്ചിയൊക്കെ വെച്ച് ശകലം പപ്പടം കൂടെ പൊടിച്ചിട്ടുണ്ടായിരുന്നു. ഇടുന്നുണ്ടോ? ഇല്ല. ഓക്കെ, ഇതാണ് ഞാൻ ഇടും വല്ലതും നോക്കാതിരുന്നിട്ട് ഫുഡ് വെട്ടുന്നതാണ് കാണുന്നത്. അങ്ങനെ ഫുഡ് റെഡിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളതായി ഇവിടെ ഇങ്ങനെ ഈ ഫ്രണ്ടിൽ ഇങ്ങനെ പോയിരിക്കുന്നത് നല്ല രസം കേട്ടോ. ഇങ്ങനെ കുറച്ച് കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. ഞങ്ങളെല്ലാവരും കൂടെ വർത്താനമൊക്കെ പറഞ്ഞിരിക്കും. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ഉച്ചയൊക്കെ കഴിഞ്ഞിട്ടോ. അപ്പം നമ്മളുടെ മേമയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. മേമയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ നേരെ മിനി ഊട്ടിക്ക് പോയി. മലപ്പുറത്തുള്ള ആൾക്കാർക്ക് മിനി ഊട്ടി അറിയാനായിട്ട് ചാൻസ് ഉണ്ടാവും. മിനി ഊട്ടിയിലേക്ക് പോണതൊരു വ്യൂ പോയിൻ്റാണ്. അപ്പം ഞാൻ ഫസ്റ്റ് ടൈമാണ് അവിടെ വന്നിട്ട് പോകുന്നത്. അപ്പോൾ നമ്മളത് ശരിക്കും ഇതുപോലൊരു വ്യൂ പോയിൻ്റ് നല്ല രസം കേട്ടോ. ഇത് കിഡ്സിൻ്റെ ഒരു കുറേ ഏരിയയൊക്കെ ഉണ്ട്. അപ്പോൾ കുട്ടികൾക്ക് കളിക്കാനും അങ്ങനെയൊക്കെ ആയിട്ട് ഒരു ഏരിയ അതിങ്ങനെ ഫുൾ ഗേറ്റ് വെച്ചിട്ടാണ് ചെയ്തിട്ടുണ്ട്. അതിനുള്ളിലാണ് കുട്ടികളുടെ പ്ലേ ഏരിയയൊക്കെ. പിന്നെ ഇത് പെറ്റ്സിൻ്റെ ഒരു എന്താ പറയുക, ഒരു ഏരിയയാണ്. ഞങ്ങൾ ചെല്ലുന്നത് തിരുവോണത്തിൻ്റെ അന്നായിരുന്നു. പക്ഷെ ഭയങ്കര തിരക്കെന്ന് വെച്ചാൽ ഭയങ്കര തിരക്ക്. അതുകൊണ്ട് തന്നെ തിരക്കൊണ്ടാവാം മേ ബി അവർക്ക് എന്തോ ഒരു കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്തു. കാരണം എല്ലാം ഭയങ്കര മെസ്ഡപ്പായിട്ടൊക്കെ കിടക്കുന്ന പോലൊരു ഫീൽ ഉണ്ടായിരുന്നു. കാരണം വെള്ളമൊക്കെ ആണെങ്കിലും ചിലപ്പോൾ ആ ഒരു ദിവസം അത്രയും തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടായിരിക്കാം മേ ബി. അല്ലാതെ ഞാനിത് ഇപ്പോൾ ചേച്ചിയൊക്കെ നേരത്തെ പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ ചേച്ചി പറഞ്ഞു അങ്ങനെയില്ല, കുഴപ്പമൊന്നുമില്ല, നല്ലതാണെന്ന്. എന്താ പൂച്ചേനെ അടിപൊളിയായിരുന്നു കേട്ടോ. ആശാൻ ആദ്യം അവിടെ പോയി മൂലക്കരിക്കായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ കൈകാലൊക്കെ ഇട്ട് കാണിച്ചാൽ തിങ്ങി വിളിച്ച് വരുത്തിയതാണ്. പേർഷ്യൻകാരനെ കാണുന്ന രസമുണ്ട്. ഇത് അപ്പോൾ അതെല്ലാം കണ്ട് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അതിൻ്റെ അവിടെ നിന്ന് നല്ല വ്യൂ അടിപൊളിയാണ് കേട്ടോ. കാരണം ഒരു കുന്നിൻ്റെ മുകളിലാണ്, അത്യാവശ്യം നല്ലൊരു ഹിൽ ഏരിയ ആയതുകൊണ്ട് തന്നെ നല്ല വ്യൂ ആണ് അവിടെ നിന്ന് കാണാൻ വേണ്ടിയിട്ട്. നല്ല രസമുണ്ട്, നല്ല തണുപ്പും ഒരു ക്ലൈമറ്റ് തന്നെ, വെതർ തന്നെ വ്യത്യാസമായിരുന്നു. ഇവിടെ ഇതുകൊണ്ട് കേട്ടോ. പക്ഷേ എൻ്റെ പൊന്നി, ഞങ്ങൾ ചെന്നപ്പോൾ മുതൽ പാവം കിടന്ന് പരാക്രമം കാണിക്കുകയായിരുന്നു അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ വേണ്ടിയിട്ട്. എന്തോ അതുങ്ങളൊക്കെ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. നമ്മൾ ചെല്ലുമ്പോൾ മുതൽ അത് അവിടെ തന്നെ നിന്നിട്ട് ഇങ്ങനെ ആ ഗ്രില്ലിലിട്ട് കൊത്തിക്കൊണ്ട് തന്നെ ഇരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ആ ഒരു ഏരിയയിൽ നിന്ന് നേരെ ഓപ്പോസിറ്റ് വന്നു. അവിടെ ഇതുപോലെ ഫിഷിൻ്റെ കുറേ ഇങ്ങനെ അക്വേറിയം പോലെ ഒരുപാടുണ്ട്. ഇത് അടിപൊളിയായിരുന്നു കേട്ടോ. കുറേ ഫിഷിൻ്റെ കളക്ഷൻ തന്നെ ഉണ്ടായി. ഒരുപാട് മറൈനും അങ്ങനെയൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു അത് കാണാൻ വേണ്ടി.
എനിക്ക് അവിടുത്തെ ഈ ഒരു ഏരിയ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മൾ എന്താ പറയുക, സിംഗപ്പൂരൊക്കെ പോയൊരു സിംഗപ്പൂർ ഫീലൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ അവിടുന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഇതുപോലെ കുറേ ഫോട്ടോ സ്പോട്ടുകളുണ്ട് കേട്ടോ, ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അവിടെ കുറേ ഉണ്ട്. ഞാൻ ഒരെണ്ണത്തിൻ്റെ അവിടെ നിന്ന് എടുത്തോളൂ. ഭയങ്കര തിരക്കായിരുന്നു ഒന്ന് തിരുവോണത്തിൻ്റെ നന്നായിട്ടും. പിന്നെ ഞാൻ അവിടെ നിന്ന് ഇതായി ഒരു പഞ്ഞിമിഠായി, എനിക്കിത് കുറേ നാളായി ഇത് കഴിക്കണം എന്ന് ഭയങ്കര ആഗ്രഹം. അപ്പോൾ പിന്നെ ഞാൻ അവിടെ ഇതൊരെണ്ണം മേടിച്ചു. അങ്ങനെ പഞ്ഞിമിഠായി മേടിച്ച് കിട്ടിയ സന്തോഷത്തിൽ ഇതൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. ഒരു 7:30 ഒക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് വന്ന് പോന്നു. പക്ഷെ ആ ഒരു ടൈമിൽ അവിടുത്തെ ലൈറ്റ്സും ആ ഒരു വ്യൂ ഒക്കെ അടിപൊളിയാണ്. അപ്പോൾ ഈ ഒരു ചെറിയ വ്ലോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.